അങ്ങനെ നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഇഡ്ഡലിക്കുള്ളിൽ ഈ മസാല വെക്കാമെന്ന് നോക്കാം. ഹായ് എവ്രി വൺ, വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ നിങ്ങൾ കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്, സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മസാല ഇഡ്ഡലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസാല ദോശയല്ലേ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു മസാല ഇഡ്ഡലി കഴിച്ചുകൂടാ? അപ്പം നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഇഡ്ഡലിക്കുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഞാനിന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് നമ്മുടെ മസാല ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവെല്ലാം സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് മസാലയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ മസാല ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉഴുന്നും അരിയും കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉഴുന്നും അരിയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ ഒരു സാധനവും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഞാൻ എത്ര നേരം കുതിർത്ത് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-6.5 മണിക്കൂർ ഞാനത് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുതിർത്ത് എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉഴുന്ന് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും, നല്ല കുതിർന്നിട്ടുണ്ടാവും. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്, സ്പ്ലിറ്റ് ആയിട്ടുള്ളതല്ല, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കപ്പാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ 1 കപ്പ് അരി എടുത്താൽ അതിന് നേർപകുതി ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മെഷർമെന്റ് എടുക്കുക. 1 കപ്പ് അരിക്ക് പകുതി കപ്പ് ഉഴുന്ന്, അതാണ് ഇവിടുത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അരച്ചെടുക്കുമ്പോഴും ഉഴുന്ന് വേറെ അരയ്ക്കണം, അരി വേറെ അരയ്ക്കണം. അതുപോലെ തന്നെ കുതിർത്ത് വെക്കുമ്പോഴും രണ്ടും രണ്ടായിട്ട് വേണം കുതിർത്ത് വെക്കാൻ, ഒരുമിച്ചിട്ട് കുതുക്കല്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ചല്ലേ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഉഴുന്ന് അരച്ചുകൊണ്ട് വരാം, അതിനുശേഷം നമുക്ക് അരി അരയ്ക്കാം. നമ്മുടെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ അരിയും കൂടെ അരച്ചെടുക്കാം. ഈ നമ്മുടെ അരിയും ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരിയൊന്നും നന്നായിട്ട് അരയത്തില്ല. നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, അരി നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും എൻ്റെ കൈ ഉപയോഗിച്ചാണ്, നല്ല വൃത്തിയുള്ള കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും. അപ്പം കൈ കൊണ്ടാകുമ്പോൾ എല്ലാം ഒരുപോലെ എത്തും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, സ്പൂൺ കൊണ്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് തന്നെ എല്ലായിടത്തും യോജിപ്പിക്കാം കേട്ടോ. അപ്പം തന്നെ കൈ ഉപയോഗിക്കുമ്പോഴാണ് എല്ലായിടും എത്തത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു നോക്കാം. ഇനിയിപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ജസ്റ്റ് ഓവനിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് നമ്മുടെ ഏത് പാത്രത്തിലാണോ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അതൊന്ന് ചൂടാക്കുക. ഡയറക്റ്റ് വെക്കരുത്, ഒരു പാനോ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അപ്പോൾ ഒരു ചൂട് കിട്ടുമല്ലോ. അതിന് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ആണെങ്കിലും ഇരിക്കും നമുക്ക്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയം ആകുമ്പോഴത്തേനും ഇത് കറക്റ്റ് ആവും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് പൊങ്ങി വന്നത് കണ്ടോ, നമ്മൾ ദോശ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നോക്കുക, അതിൻ്റെ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു പൊടിയോ സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ഒരു സാധനവും ചേർക്കാതെ തന്നെ നമ്മുടെ മാവ് ഇത്ര പൊങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കി നിന്നോ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിക്ക് ആവശ്യമായ മസാല റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പം മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വലിയ സവാളയായിട്ട് ഒന്നേ എടുത്തുള്ളൂ. നിങ്ങൾ മീഡിയം സവാളയൊക്കെ ആണെങ്കിൽ 2 സവാള യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, കടുക്, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് വഴച്ചെടുക്കുന്നത്. മസാല എല്ലാം വഴറ്റിയെടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ്. പിന്നെ ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ മുളക് പൊടി, ചുമന്ന മുളക് പൊടി ഇല്ലേ, കാശ്മീരി പൊടി ഒഴിച്ച് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് നമ്മുടെ മസാല എങ്ങനെ സെറ്റ് ആക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഞാൻ പറയാറുണ്ട്. നമ്മുടെ നാടൻ സാധനങ്ങൾ, ഇഡ്ഡലിയൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് അല്ലേ, അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ്. എന്നാൽ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകും മറ്റു സാധനങ്ങളും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാമേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. ഞാൻ പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയ സമയത്ത് ഉപ്പൊന്നും ചേർത്തില്ലാന്നേ. അപ്പം കുഴപ്പമില്ല, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇനി ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 or 4 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ചേർത്തുന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. നല്ല ട്രാൻസ്പെറന്റ് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടി മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഞാനൊരു കളറിന് വേണ്ടിയൊക്കെയാണ് മുളക് പൊടി ചേർക്കുന്നത്. അത് നമ്മുടെ ഫില്ലിങ്ങിന് കുറച്ച് കളർ വരുമല്ലോ. നമ്മുടെ ഇഡ്ഡലിക്ക് അകത്താണല്ലോ നമ്മുടെ ഫില്ലിങ് ഇരിക്കുന്നത്. അപ്പൊ ആ ഫില്ലിങ് നമുക്ക് നല്ലൊരു കളറൊക്കെ വരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഒന്ന് വീറി കൊടുത്താൽ മതി. എനിക്കാണെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവർ അത്രയ്ക്കും കൂടി ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ മല്ലിയില ചേർക്കാറില്ല. ഒരു കറിക്കും മല്ലിയില ചേർക്കാറില്ല. അപ്പൊ എന്ത് കറി വെച്ചാലും ഞാൻ മല്ലിയില അവോയ്ഡ് ചെയ്തിട്ട് മാത്രമേ ചേർക്കുള്ളൂ. അതിന് പറഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാറ്. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വലിയ വ്യത്യാസം നിർത്താലും ഒരു കളറിന് വേണ്ടി ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ഞാൻ ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പൊട്ടറ്റോയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പൊ നിങ്ങൾ കൂടുതൽ സമയം മസാല ദോശയല്ലേ എല്ലാവരും കഴിക്കാറുള്ളത്. അപ്പം പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, മസാല ഇഡ്ഡലിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പം ദോശയുടെ അത്ര എണ്ണയോ നമുക്കൊന്നും ആവശ്യമില്ല. അപ്പൊ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കേമോയി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പൊട്ടറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉടച്ചു വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് എങ്ങനെയാണ് ഇഡ്ഡലിക്കകത്ത് ഫില്ലിങ് വെക്കുന്നത് നോക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് മാവ് ആദ്യം ഒഴിക്കാം. ഞങ്ങളുടെ ഇഡ്ഡലി തട്ട് ഭയങ്കര ചെറുതാട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒഴിക്കാൻ പറ്റത്തുള്ളേ. നിങ്ങളുടെ വലുതാകുമ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചോണം. കുറച്ച് മാവെടുത്ത് ചെറിയ ബോളായിട്ട് നമുക്ക് ഇതിന് നടുക്കോട്ട് വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് അതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒഴിച്ചെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് മാവ് ഒഴിക്കുക. ഞാൻ ഇതിൽ തട്ടില് എണ്ണ തടയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെണ്ണ വെച്ചാൽ യൂസ് ചെയ്യാൻ. ഞാനിപ്പോ വെളിച്ചെണ്ണ ഇവിടെ തടയിക്കുന്നത്. കുറച്ച് മാവ് ഒഴിച്ച് എന്നിട്ട് നമുക്ക് മസാലയുടെ ചെറിയൊരു ബോൾ വെക്കാം. എന്നിട്ട് ബാക്കി മാവ് അതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഇഡലി തട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് സാധാരണ ഇഡലി വേവിക്കാൻ ശ്രമിക്കുന്ന സമയം തന്നെ എടുത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കാം. നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല മസാല നന്നായിട്ടുണ്ട്. നടുക്ക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാ ചട്നിയിലൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മസാല ഇഡ്ഡലി ട്രൈ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ.
അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പം മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.